ഞാൻ പുണ്ടച്ചി മോൻ എന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നെ റിയാക്ട് ചെയ്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്. ഞാനായിട്ട് അങ്ങോട്ട് വള്ളി പിടിക്കാൻ പോകില്ല. ഫാൻസിന്റെ മെസ്സേജ് ഒക്കെ ഞാൻ അവിടെ അവിടെ നിൽക്കട്ടെ. ആദ്യം ഇവന്നെ റിയാക്ട് ചെയ്തേക്കാം. ഒറ്റ കാര്യം, 18 വയസ്സിന് താഴെയുള്ള പാലും കുട്ടികൾ പോവുക. ഇവിടെ കണ്ടുപോലെ ഈ വാക്ക് കണ്ടു സ്കിപ്പടിച്ച് പോകണം. ഞാൻ അത്രയ്ക്കും കൊടുക്കേണ്ടത് കഴിഞ്ഞു ഞാൻ പറയും. എനിക്ക് അത്രയും ദേഷ്യം വന്നു. അപ്പം നമുക്ക് ഈ പുണ്ടച്ചിമോൻ ഇന്ന് ബന്ധ ഇതിനെ കുറിച്ച് പറയുന്ന സ്വന്തമായിട്ട് ഫക്കളിച്ച് കൈ തുപ്പണ എന്തൊരു കളികാലാണ്. ഓരോരുത്തർ മീശ ഇങ്ങനെ പിരിക്കല്ലേ. അത്ര വിഷമാണ് നിനക്ക്. എന്തിന് അത്ര വിഷമാണ് നിനക്ക്. കൊഞ്ഞിനെ കാണിക്കണ. എത്ര വയസ്സുണ്ടോ നിനക്ക്? നാളെ ഇവരൊക്കെ നിനക്ക് പെണ്ണൊക്കെ പറഞ്ഞിട്ട് നിന്റെ ഈ സ്വഭാവം വെച്ച് പുണ്ടച്ചി മോനെ, നീ സായിപ്പോപ്പി ആവാൻ നോക്കിയാലേ സായിപ്പോപ്പിന്റെ കൊട്ടപ്പറ ആവുള്ളൂ. കണ്ട് സായിപ്പിന്റെ കൊട്ടപ്പറ കണ്ടു കേട്ടാ. അവൻ ഇതുപോലെ സായിപ്പ് കൊടുത്തു പോയി വായി കൊടുത്തവര് കറക്റ്റ് ആയിട്ട് അതാണ് മനസ്സിലായത് കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് പറയാം. മനസ്സിലാക്കണം. നീ ആളെന്ന് കളിക്കണം. നീ ആളെന്ന് കളിച്ചത്. നീ എന്താ ഇന്നെ വെച്ചിട്ട് റീച്ചിനൊക്കെ ഉടുപ്പുണ്ടാവും. എത്ര പേരാ നമ്മുടെ ലൈവ് കാണുന്ന? 3627 പേര്. നിനക്ക് എത്ര സബ്സ്ക്രൈബ് ഉണ്ട് ബ്രോ? 3200. ഞാൻ റീച്ചിന് വേണ്ടിയാണ്. ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യാൻ. അതിൽ അവൻ പറഞ്ഞതിൽ ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ്. നിന്റെ തലയിൽ തീട്ടാണ് സത്യം പറഞ്ഞാല്. എന്താ നമ്മളൊന്നും ഗെയിമറെല്ലാം വിചാരിച്ചിട്ട് നീ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നിൽക്കരുത്. നിന്റെ ഫാൻസിന് ഞാനുള്ള മറുപടി തരാം. പുണ്ടച്ചി ഒരു കാര്യം, നീ എന്നെ വെച്ച് റീച്ചുണ്ടാക്കുക. നിന്റെ ചെറുപ്പനെ അടിച്ചു പൊളിക്കുന്ന നായ അടിച്ചങ്ങ് നിങ്ങൾ പറഞ്ഞ നീ എവിടെ പറഞ്ഞ ഞാൻ നിന്റെ അടികൊള്ള ഞാൻ അങ്ങോട്ട് വിട്ടട്ടെ. അതോ നീ ഇങ്ങോട്ട് പറഞ്ഞ ഞാൻ എവിടെ വെച്ച് അണ്ണൻ പറഞ്ഞ സ്ഥലത്തോട്ട് വരാം. അണ്ണന്റെ അടികൊള്ള അണ്ണൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ വരുന്നതായിരിക്കും അറിയിച്ചുള്ളത്. ഈ ഒരു ക്ഷണത്തിൽ അണ്ണൻ പറയുന്നത് ഞാൻ വരാം. അണ്ണൻ അല്ല, അണ്ണന്റെ അടി ഞാൻ എനിക്ക് ടെൻഷനായി. ഞാൻ ശരിക്കും ആരാടാ നിന്റെ വിചാരോ? നിന്നെ ഞാൻ പേടിക്കുന്ന നീ ഓലത്തും ഓണ്ടനെ നായ. അയ്യോ അടിക്കല്ലേ. ഫാൻസ് പുണ്ടച്ചികൾ കുറച്ച് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് വെക്കാം. പണ്ടയില്ലായ്മത്തരം കാണിക്കുന്ന പുണ്ടച്ചികളാണ് മനസ്സിലായി. എന്നാലും ഞാൻ കുറച്ച് 2-3 പറ്റും. നീ ഊമ്പും ആകാനി. പിന്നെ നീ പറ്റുന്ന പണിക്ക് പോ. ഞാൻ പറയുന്നില്ല ഇതൊക്കെ നീ ഇതിന്റെ 4 ഇരട്ടി കേൾക്കാനാണ് ഈ വീഡിയോ ഇട്ടത്. എനിക്ക് ഇതെന്ത് ഞാൻ എന്ത് പറയാ? ഞാൻ ഇവിടെ ആരെയും പറഞ്ഞു വിടില്ല. നീ പറ. ഫാൻസിന്റെ സംസ്കാരമാണ്. നിന്നെ ഞാൻ അവിടെ വന്ന് കൊല്ലും. ഇതിന്റെ മുകളിൽ കണ്ടാ അത് പോടാ ഒന്ന് പോക്കിടന്ന് ഉറങ്ങണ പാല് കുടിച്ചിട്ട് ഇത് വേറെ വീഡിയോ പറഞ്ഞാൽ ആരും റിയാക്ട് ചെയ്യണം. മൈരി നിന്നെ അവിടെ വന്ന് കൊല്ലുമെന്ന്. അപ്പൊ ആള് നല്ല സ്വഭാവത്തിന് ഉടമയായതുകൊണ്ടാണ് അങ്ങനത്തെ കമന്റ് ഒക്കെ ആൾക്ക് കിട്ടുന്നത്. ഓക്കെ, ബാക്കി നിന്റെ ഫാൻസിന് തീരെയും വിവരമില്ല. അതാണെങ്കിൽ 10-15 വയസ്സ്. നിനക്ക് വിവരം ഉള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഒട്ടും കുഴപ്പമില്ല. ബാക്കിയുള്ളവന്റെ കുഞ്ഞിന്റെ ഫോട്ടോ ഇരിക്കുന്നിടത്ത് നിന്റെ ഫോട്ടോ വെട്ടി വെക്കുക. മറ്റേ സിനിമ അല്ലെങ്കിൽ ആക്ടേഴ്സ് അവരുടെ മറ്റേ ടൊവിനോടെ അവരുടെ കുഞ്ഞിന്റെ അവിടെ ഇവിടെ നിന്റെ ഫോട്ടോ വെട്ടി വെക്കുക. എടാ പിള്ളേരിക്കും അവരെ പണ്ട് കാര്യമില്ല. വിവരമാണ്. ഇനി മേലാൽ ഇങ്ങനെ വെച്ച് എന്നെ റിയാക്ട് ചെയ്യുന്ന ചെള്ളനെ അടിച്ചു കൊടുക്കും. എന്റെ ഗെയിമിന് കാണിക്കുന്ന മറ്റുള്ളവരെ തെറിയാന്ന് എന്നെ പറയാൻ നിൽക്കണ്ട കേട്ടോ. എന്നെ പറയാൻ നിൽക്കണ്ട. നിന്റെ ചെപ്പടിച്ച് ഞാൻ പൊടിക്കും. പണ്ട് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരുത്തന്നെ തല അടിച്ച് പൊടിച്ചിട്ടുള്ള തലയടിച്ച് പൊടിച്ച് അത് കഴിഞ്ഞിട്ടുള്ള 10 വർഷം കോമയിലായിരുന്നു. ആ അടിച്ച് പൊടിച്ചാൽ തല ആളൊരു കോമയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 10 വർഷം. ഇപ്പൊ അതിനുശേഷമാണ് ആളിങ്ങനെ ആയത്. മനസ്സിലായില്ലേ? അതിനുശേഷമാണ് ആളിങ്ങനെ ആയത്. അതിന്റെ ഇതാണ് മനസ്സിലായി. അപ്പൊ മനസ്സിലായി. ഇപ്പഴാണ് കാര്യം എന്താണെന്ന് മനസ്സിലായത്. അപ്പൊ അതായിരുന്നു വിഷയം. ഓക്കെ, കേട്ടോ. ഇനി എന്നെ കൊണ്ട് മറ്റേ പറയിപ്പിക്കരുത്. കയ്യില് ഞാൻ ആർക്ക് വിട്ടെന്ന ഇന്നെ വേറെ ഏതോ ഒരു വീഡിയോ കൂടി റിയാക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ പറഞ്ഞിട്ട് പിന്നെ നിർത്തിക്കാൾ ഇവിടെ വെച്ച് നിർത്തിക്കാൾ. ഇന്നെ വെച്ച് റിയാക്ട് ചെയ്യാൻ നിൽക്കണ്ട. ഇതിനെണ്ണം ചലഞ്ചിസ്റ്റർ കേരളത്തിന്റെ ബ്രാൻഡ്. നീ അത് മാത്രം പറയല്ലേ. ഞാൻ ഒന്നും പറഞ്ഞില്ല നിന്റെ അടുത്ത്. നീ ഇത് മാത്രം അത് മാത്രമേ പറയല്ലേ. നീ ആ വിജയ് എന്ന് പറഞ്ഞ പാവ മനുഷ്യനെ അപരാധിച്ച് ആ പാവ മനുഷ്യനെ നീ ഏറി കയറ്റി അങ്ങ് വിട്ട് നീ അത് മാത്രം പറയല്ലേ. മനസ്സിലായ? നീ വേറെ എന്തോടെ പറഞ്ഞോ? ബാക്കി പറ. ഭരണിപ്പാട്ട് അതെന്തോ ഇതല്ലേ? നമ്മൾ കുറച്ച് പറയാതെ കുറെ ക്ഷമിക്കുന്നുണ്ട്.
പിന്നെ കൊള്ളമാരെ പേടിച്ചിട്ടല്ല, വേണ്ട വേണ്ട വിചാരിച്ചു. എന്താണ് മയിലെ പറയണത്? ഒരു ഡയലോഗ് മര്യാദയ്ക്ക് പറയാൻ അറിയാവോ? എഴുതി വെച്ച് പറയടാ. വേണ്ട വേണ്ട വിചാരിച്ചിട്ടാ. കളിക്കലോ രണ്ടോളം ഉണ്ടാളണ്ട അവരാതി നിർത്തിപ്പോ ഇനിന്നെ കൊണ്ട് ഇനി ഇക്ഷാരി ഞാൻ വരപ്പിച്ചു കേട്ടോ. കൊണ്ട് ഞാൻ പറയുന്നത് അവർക്ക് തന്തയില്ലായ്മ തന്നെ കാണിക്കും. അത് തന്തയിലും നീ പറഞ്ഞ് മനസ്സിലാക്കും. ഇനി പ്രശ്നമല്ലേ ഇത്? നിനക്ക് വലിയ പ്രശ്നങ്ങളായിരിക്കും നടക്കാൻ. ഞാൻ സെഞ്ചുടുവേ അത് ലാസ്റ്റ് നീ പറഞ്ഞ് മനസ്സിലാക്കും. ഇനി മേലാല് സെഞ്ചുടുവേ. എടാ മീശ ഇല്ലാത്ത തായോളി എന്താ ഇത് ഉമ്മ? അല്ലാതെ ഇരുന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ കണ്ടോണ്ടിരിക്കാം. ഇത് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ലടാ. അപരാധി ഇതെങ്ങനെ കാണും? ഇത് അപരാധ. ഇത് എന്ത് വള്ളമാണാ? വള്ളം ഈ വള്ളം നിറക്ക് നീ. അപ്പൊ അണ്ണന്റെ കാര്യങ്ങൾ അയച്ച് അണ്ണനെ പറഞ്ഞ് എല്ലാവരും ഇതാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഇത് ചെയ്യണം. നിങ്ങൾ ആളെ ഉപദ്രവിക്കാൻ പോകല്. ആള് വീട്ടിൽ കയറി പൂളും എല്ലാവരെയും ഞാൻ പറഞ്ഞേക്കാം. ആരും പ്രശ്നത്തിനൊന്നും പോകല്. ചലഞ്ചിങ് മുതിനണ്ണൻ ചലഞ്ചിങ് സ്റ്റാർ നിങ്ങളെ വീട്ടിൽ വന്നിരിക്കും. അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ആരും പോകല്. ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത് പേടിച്ച് അണ്ണന്റെ ഇതില് എന്റെ 2 കാലും മുട്ടിയിട്ട് എനിക്ക് വയ്യ, ഇനി നിൽക്കാൻ വയ്യ. അപ്പൊ എല്ലാവരും പറഞ്ഞത് അണ്ണനെ അടിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചാൽ ഞാൻ അടി കൊണ്ട് ഞാൻ ഇതാക്കണം കേട്ടോ. അപ്പൊ ശരി.